നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ നൽകുന്നതുവരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല എന്ന ഖുർആനിക ആയത്തിറങ്ങിയ സമയത്താണ് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു തോട്ടമുണ്ടായിരുന്നു. മദീനത്തെ പള്ളിയുടെ അരികിലാണ് ആ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ബൈറൂഹ എന്നാണ് അതിന്റെ പേര്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ നൽകുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല എന്ന സൂക്തം ഇറങ്ങിയിട്ടുണ്ടല്ലോ. എനിക്കിഷ്ടപ്പെട്ടത്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എൻ്റെ ബൈറൂഹ തോട്ടമാണ്. കാരണം അങ്ങ് ആ തോട്ടത്തിൽ വിശ്രമിക്കുകയും അങ്ങ് ആ തോട്ടത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ സന്തോഷമുള്ള ഒരു സമ്പാദ്യം എനിക്കില്ല. അതുകൊണ്ട് ആ ബൈറൂഹ തോട്ടം ഞാൻ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങേക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങേക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ ആ തോട്ടത്തെ അങ്ങ് ചെലവഴിച്ചോളൂ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ തോട്ടം നിങ്ങളുടെ ബന്ധുക്കളിൽ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ നൽകണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ സ്വന്തം ബന്ധുക്കളാകുന്ന ആളുകൾക്ക് ആ തോട്ടത്തെ വിഹിതം വെച്ച് നൽകുകയാണ്. അപ്പോൾ ദാനം ചെയ്യുന്നതിൽ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ള പാവപ്പെട്ട ആളുകളെയാണ്. അർഹതപ്പെട്ട ആളുകളെ കാണാതെ അകലെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തം ബന്ധങ്ങളിലുള്ള അർഹതപ്പെട്ടവർക്ക് നമ്മൾ വിഹിതിച്ചു കൊടുക്കുന്നത്.